നമസ്കാരം. ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എക്സ് മുസ്ലിം, അദ്ദേഹം ഈ അടുത്ത കാലത്ത് 2 ദിവസം മുൻപ് തനിക്ക് വലിയ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു പരസ്യ പ്രസ്താവന നടത്തി. മുഖ്യമന്ത്രിക്കും അതുപോലെ പോലീസ് അധികാരികൾക്കും എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രസ്താവന നടത്തിയത്. നേരിട്ട് അങ്ങനെ ഒരു സങ്കട ഹർജി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിലാണ് ഞാനത് കണ്ടത്. വാസ്തവത്തിൽ അതിൻ്റെ ഈ അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായി മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചാനലുണ്ട്, അതായത് ജമായത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലുണ്ട്. അതിൻ്റെ പേരാണ് മീഡിയ 1. അപ്പോൾ അവിടെ സ്ഥിരം കാണുന്ന ഒരു സംവാദ സ്വരൂപമുണ്ട്. 3 പേര് കൂടിയിരുന്ന്, 3 കസേരയിട്ട് 3 പേര് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നതിന് ആളുകൾ അടുപ്പ് കൂട്ടി സംവാദം എന്നൊക്കെ കളിയാക്കി വിളിക്കും. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല, നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. അപ്പോൾ അതിനിടയിലാണ് ഈ ആരിഫ് ഹുസൈൻ ഒരു അപകടകാരിയാണ്. അദ്ദേഹം ഇസ്ലാം മതത്തെ വലിയ രൂപത്തിൽ അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. ആയതുകൊണ്ട് തന്നെ അയാളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതിനു മുൻപ് പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാമിനെതിരായി കഴിഞ്ഞാൽ അവരെ പല രൂപത്തിൽ അധിക്ഷേപിച്ച് അവഹേളിച്ച് സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതനാക്കും. അതിനും പറ്റിയില്ലെങ്കിൽ അവരെ അപകടത്തിൽ പെടുത്തും ഭീഷണി തന്ത്രങ്ങളിലൂടെ. അതിനും പറ്റിയില്ലെങ്കിൽ അനിഹിലേഷൻ, അവസാനിപ്പിക്കുക എന്നുള്ളത്, അങ്ങനെ ഒന്നും ഉണ്ടത്ര. ഏതായാലും ആരിഫ് ഹുസൈൻ്റെ ഈ പരാതിയെക്കുറിച്ച് നിങ്ങൾ പലരും അറിഞ്ഞു കാണും. അതിന് കുറേ കാപട്യങ്ങളുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അഥവാ ആ പറഞ്ഞ കാര്യത്തിൽ ചില കപടതകൾ ഇല്ല എന്ന് പറയാൻ വയ്യ. നമ്മളൊരു കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പറയാൻ പാടില്ലല്ലോ, അത് തെറ്റാണല്ലോ. പക്ഷേ ഇവിടെ നുണ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അതിനെക്കുറിച്ചേ പറയാനുള്ളൂ. മീഡിയ 1 ചാനലിൽ ഉള്ളൊരു പ്രോഗ്രാം, അതിൽ വെച്ച് ആരിഫിനൊരു ഭീകരനായിട്ട് ചിത്രീകരിച്ചു, ഈ ലോകത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തതുമായിട്ട് ചിത്രീകരിച്ചു. മുസ്ലിങ്ങളെല്ലാവരെയും അതിൻ്റെ ആചാര്യന്മാരെയും ഒപ്പം അവരുടെ പ്രമാണഗ്രന്ഥമായിട്ടുള്ള ഖുറാനെയും അധിക്ഷേപിച്ചു. ഇതിൻ്റെ എല്ലാം പേരിൽ നേരിട്ടല്ലാതെ എന്നാൽ ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വധഭീഷണി പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൻ്റെ പേരിൽ ഒരു പരാതി, പരസ്യമായിട്ടുള്ളൊരു പരാതി ഒരു കടലാസിൽ എഴുതി അതിൻ്റെ അധികാരികൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു പരാതി എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നിരക്കെ പരക്കെ അത് വൈറലാണ്, എല്ലാവരും കാണുന്നുണ്ട്, ഞാനും കണ്ടു. ആ ഒരു കാര്യത്തിൽ ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്ക് എതിരായിട്ടോ ഒന്നും നിൽക്കുന്നില്ല. അതല്ലെങ്കിൽ ആരിഫ് ഹുസൈനെതിരെ വധഭീഷണി മുഴക്കിയവർക്ക് ഒപ്പമോ അവർക്ക് എതിരായിട്ടോ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെൻ്റെ വിഷയമല്ലാതെ ഞാൻ തള്ളിക്കളയുകയാണ്. ആരിഫ് ഹുസൈൻ്റെ അഭിപ്രായങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഓക്കെ, മീഡിയ 1 അതിൽ ചർച്ചയ്ക്കിരിക്കുന്ന ആളുകൾ, അവിടുത്തെ ജോലിക്കാർ, അവരെ നിയോഗിക്കുന്നവരുടെ നിലപാടുകൾ പരസ്യപ്പെടുത്തേണ്ടവരാണ്. അത് അവർ പരസ്യപ്പെടുത്തി അവരുടെ വഴിക്ക് വിടാം. അതേസമയം ആരിഫ് ഹുസൈൻ്റെ കാപട്യം, അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ആരിഫ് ഹുസൈൻ തൻ്റെ ലേഖനം പരാതി രൂപത്തിലുള്ള ആ ലേഖനത്തിൽ ചില കാര്യങ്ങൾ താൻ പറയുന്നത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ കുറവിനെ തുറന്നു കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാപട്യം. അറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്ന ഒരാളാണോ കാഫർ എന്നൊക്കെയും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ആ ഒരു സങ്കേതത്തിൻ്റെ പേര് വെച്ച് നോക്കുമ്പോൾ ശുദ്ധ കാഫറാണ്, കപടതയുള്ളവരാണ്.
വിശുദ്ധ ഖുർആനെ വിമർശിച്ചാൽ അത് മൊത്തത്തിൽ മുസ്ലിമിനെ വിമർശിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അപഹസിക്കുന്നതും ആയിട്ടുള്ള കാര്യമായിട്ട് ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യുന്നവരെ ഇല്ലാതാക്കാൻ, അഥവാ ഏതെങ്കിലും രൂപത്തിൽ അവരെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ മുസ്ലിങ്ങൾ ഇസ്ലാം മതം മുസ്ലിം സമൂഹ പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഇരയായിട്ട് മുമ്പ് മുസ്ലിങ്ങളെ മുഴുവൻ മുസ്ലിങ്ങൾ അഥവാ ഖുറാനെ അധിക്ഷേപിച്ച് അതിൻ്റെ നിയമങ്ങളെ അധിക്ഷേപിച്ച് നിസ്കാര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അധിക്ഷേപിച്ച് വന്നൊരു മുസ്ലിം പണ്ഡിതനെ കൊന്നുകളഞ്ഞു അത്രേ. ആളെ കണ്ടിട്ടേ ഇല്ല. വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി പിന്നെ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. കണ്ടെത്താൻ ശവശരീരമോ കുഴിച്ചിട്ട സ്ഥലമോ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ആയതുകൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ വെക്കുന്നത്. കൊന്നുകളഞ്ഞു എന്ന് പറയുന്നു. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ പ്രൊഫസർ ടി ജെ ജോസഫ്, അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയ കാര്യവും. ആയതുകൊണ്ട് ഖുറാനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവരെ കൈവെട്ടുക, കാലുവെട്ടുക, തലവെട്ടുക, ഇത് ഇസ്ലാമിൻ്റെ സ്ഥിരം പരിപാടിയാണെന്നാണ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്നത്. ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ അറിവ്, വിവരം, അത് വെച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അല്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. വിശുദ്ധ ഖുറാനെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ഒന്നടങ്കം ആ വ്യക്തിയെ വേട്ടയാടുന്നു. എന്നാൽ അവിടെയാണ് കാപട്യം. ഹിന്ദുക്കളുടെ കാര്യം അങ്ങനെയല്ല. ഹിന്ദുക്കളുടെ കാര്യം അങ്ങനെയല്ല എന്ന് ആരിഫ് ഹുസൈനോട് ആരാ പറഞ്ഞത്? അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണോ? അതോ അറിവില്ലാതെ ആ കാര്യങ്ങളെടുത്ത് പറയുകയാണോ? അതിനെന്തെങ്കിലും കാപട്യമുണ്ടോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആരിഫ് ഹുസൈൻ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലും ജനൻ ടി വിയിൽ സ്ഥിരം, വേറെ ടി വിയിലൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇരുന്ന് വർത്തമാനം പറയുന്നതുകൊണ്ട് ഈ ഹൈന്ദവ സംസ്കൃതിയെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് കപടതയാണ്, കാപട്യമാണ്. ഹിന്ദുക്കളുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ പ്രമാണങ്ങളെ വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് ഹിന്ദുക്കൾ തയ്യാറാവുക. അതിനാണ് ഹിന്ദുക്കൾ തയ്യാറാവുക. അത് ഒരു മണ്ടത്തര പറഞ്ഞിട്ടുള്ളത്. അവരാരുടെയും കൈകളോ കാലുകളോ വെട്ടിയിട്ടില്ല, മണ്ടത്തര പറയുന്നത്. ആരുടെയും ജീവൻ അതിൻ്റെ പേരിൽ അവർ കവർന്നെടുത്തിട്ടില്ല, മണ്ടത്തരമാണ് പറയുന്നത്. ഇതൊരു അറിവില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നൊരു കൽപ്പനയാണ്, അല്ലെങ്കിൽ കപടത. ഇന്ന് ഹിന്ദുധർമ്മം എന്നറിയപ്പെടുന്ന, ഹിന്ദു മതം എന്നറിയപ്പെടുന്ന പഴയകാല വൈദിക മതം ഇതര ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന നിരവധി ആളുകളെ കശാപ്പ് ചെയ്തിട്ടുണ്ട്, അനിഹിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടലെടുത്ത ബുദ്ധമതം, ആ ബുദ്ധമതത്തെ മുഖ്യശത്രുവായിട്ട് കണ്ടിട്ട് ഉള്ള ആളാണ് ആദി ശങ്കരാചാര്യർ. അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങളിൽ പലതും ബുദ്ധമത അനുയായികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉത്തരം കൊടുക്കുന്നതാണ്. അതിനകത്തുള്ള പൂർവപക്ഷി എന്ന് പറഞ്ഞൊരാളുണ്ട്, ചോദ്യം ചോദിക്കുന്നവൻ. അതിന് നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധമതക്കാരൻ്റെ ചോദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് തക്കതായിട്ട് ഉത്തരം കൊടുത്തു എന്ന് വെച്ച് സന്തോഷിക്കുകയാണ് ഹിന്ദുക്കൾ അഥവാ ശങ്കരാചാര്യർ. ഇന്ത്യയിൽ ഉടലെടുത്ത ബുദ്ധമതത്തെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് കണ്ട് ശങ്കരാചാര്യ, കാരണം അന്ന് ബുദ്ധമതം വാസ്തവത്തിൽ ഹിന്ദുമതത്തെ കവർന്നെടുക്കുമെന്നൊരു കാലഘട്ടം വന്നിരുന്നു. അപ്പോഴാണ് ശങ്കരാചാര്യരെ പോലുള്ള ആളുകൾ പുറത്തേക്ക് വന്നിട്ട് വലിയ രൂപത്തിൽ ബുദ്ധമതത്തെയും ബുദ്ധ അനുയായികളെയും ഇല്ലാതാക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ അഴിച്ചുവിട്ടത്, ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. അവിടെ കൊല്ലും കൊലയെല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ വൈദിക മതം അങ്ങനെയായിരുന്നു. ഈ ഭാരതത്തിൽ മൊത്തത്തിൽ ബുദ്ധമതം വലിയ രൂപത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധവിഹാരങ്ങളെ നശിപ്പിക്കുന്നതിന് ശങ്കരാചാര്യരെ പോലുള്ളവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കാര്യം സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഗ്രന്ഥത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളോടെ പ്രസ്താവിച്ച് കാണുന്നുണ്ട്. കേരളത്തിലെ വീടുകൾ, കേരളം ഒരു ബുദ്ധമത വിഹാര കേന്ദ്രമായിരുന്നു പരിപൂർണമായിട്ടും എന്ന് പറയാം. കേരളത്തിലെ വീടുകൾ, ആ വീടുകളുടെ നിർമ്മിതി പോലും, ആ നിർമ്മിതിയിൽ ഓട് വെച്ചുള്ള നിർമ്മിതി, മണ്ണ് കുഴച്ച് അത് ചുട്ടെടുത്ത് ഓടാക്കിയിട്ട് അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഒരു വഞ്ചിയുടെ രൂപത്തിൽ അതിൻ്റെ അറ്റത്ത് കൂർത്ത രണ്ട് മകുടങ്ങൾ
ഇതെല്ലാം തന്നെ ബുദ്ധമത ശില്പികളുടെ സംഭാവനകളാണ്. ഗൃഹനിർമ്മാണവുമായിട്ട് അവരുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിച്ചിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരു 50 വർഷമായിട്ടാണ് ടെറസിട്ട വീടുകൾ വന്നത്. 4 കെട്ടും 8 കെട്ടും ഒരർത്ഥത്തിൽ വളരെ ചെറുതായിട്ടുള്ള ഒരു കോട്ട തന്നെയായിരുന്നു. ആരേക്കോ ഭയപ്പെടുന്നത് കൊണ്ട് വീടിൻ്റെ പിന്നിലേക്ക് വാതിലുകൾ ഉണ്ടായിരുന്നില്ല. 10, 20, 30, 40, 50 വീടുകളൊക്കെയുള്ള സ്ഥലങ്ങൾ ഒന്നിനോ വൃത്താകൃതിയിലാണ് പണിയുക, അതല്ലെങ്കിൽ ചതുരാകൃതിയിൽ. ഒരേ ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വീടിനോട് ചേർത്തിട്ടാണ് പണിതിരുന്നത്. ആ മുൻപിൽ വിഹാരം അവർക്ക് കളിക്കാനും വിഹരിക്കാനുള്ള സ്ഥലമായിരുന്നു. ആയതുകൊണ്ട് തന്നെ അത്രയും ആളുകൾ ഗേറ്റ് കിടന്നവരുടെ പടിപ്പുര കിടന്ന ഒരാൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പടിപ്പുര ഉണ്ടായിരുന്നു. കയറി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും അറിയും. അത് വാസ്തവത്തിൽ ആരെയോ ഭയപ്പെട്ടുകൊണ്ട് അവർ ചെയ്തതാണ് ഈ കോട്ടക്കെട്ടൽ, അഥവാ മറ്റേ ഈ 4 കെട്ട് 8 കെട്ട് 16 കെട്ടിൻ്റെ സൃഷ്ടി അങ്ങനെയായിരുന്നു. ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ വലിയ രൂപത്തിൽ ആയുധാഭ്യാസം നടത്തിയിരുന്നു. കാരണം അവർക്ക് ചുറ്റും വൈദിക മതത്തിൻ്റെ ആളുകൾ ശത്രുക്കളായിട്ട് അക്രമോത്സുകരായിട്ടുണ്ടായിരുന്നു. ആരിഫ് ഹുസൈനെ, നിങ്ങളോടാണിതൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊന്നും അറിയാത്തവനാണോ നിങ്ങൾ? അറിഞ്ഞിട്ടും കാപട്യം കാണിക്കുന്നവനാണോ നിങ്ങൾ? എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയല്ല. മുസ്ലിങ്ങളെ വിമർശിച്ചാൽ അവർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ, ഹൊറിബിളായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് ഹിന്ദുമതത്തിൻ്റെ അവസ്ഥ. ഇന്നിപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന് പോയതിനു ശേഷം ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചില നിയമങ്ങൾ വന്നു. അവരുടെ കൺവെൻഷൻസ് ഏറ്റെടുത്തിട്ട് ഇവിടെ IPC ഇന്ത്യൻ പീനൽ കോഡ് വന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തല പൊക്കാൻ പറ്റുന്നില്ല പലർക്കും. ഞാൻ അതിനു മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 100, 150, 200 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ 500, 600, 700 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ. ഏതായാലും ഇന്നത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണുന്ന കൊടിമരം അത് കഴുമരമായിരുന്നു വാസ്തവത്തിൽ. ബുദ്ധന്മാരുടെയും മറ്റും തല അറുത്തതിന് ശേഷം ആ കബന്ധം അതിലാണ് കെട്ടിത്തൂക്കിയിട്ടിരുന്നത്, തലയില്ലാത്ത ഉടൽ. ഇന്നും ആ രീതിയിലാണ്, അതിനെ സ്മരിക്കുന്ന രീതിയിലാണ് വാസ്തവത്തിൽ ആ കൊടിമരം കഴുമരമാക്കി അവർ വെച്ചിട്ടുള്ളത്. ആ കൊടിമരത്തമ്മിൽ ഉണ്ടാക്കി തൂക്കിയിടുന്ന കൊടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 കൈകൾ ഇങ്ങനെ വീണ് കിടക്കുന്നു, 2 കാലുകളും വീണ് കിടക്കുന്നു. തലയില്ലാത്ത ഒരു സ്വരൂപം, തലയില്ല, ബാക്കി ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് കൊളത്തിയിട്ടിട്ടുള്ളത്. പലർക്കും ഉള്ളൊരു ഇൻഫർമേഷനാണ് ഹിന്ദു മതത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ നിൻ്റെക്കും ഗതി ഇതാണെന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് കെട്ടിത്തൂക്കിയിട്ടുള്ളത്. അത് ബുദ്ധന്മാരെയായിരുന്നു. പെരുമ്പാവൂരിൽ, ഈ കൊടുങ്ങല്ലൂരിൽ വലിയ ഒരു ബുദ്ധവിഹാരമുണ്ടായിരുന്നു. പെരുമ്പാവൂരുള്ള കല്ലിൽ ക്ഷേത്രം, കല്ലിങ്ങൽ ക്ഷേത്രം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ നമ്മളുടെ ശബരിമല ക്ഷേത്രമടക്കം. അന്ന് ഉത്തരേന്ത്യയിൽ ഹിന്ദുമതത്തിൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാതെ ഇവിടേക്ക് വന്ന് കാടുകളിൽ ധ്യാനനിരതരായിട്ട് അവരുടെ ചില സങ്കേതങ്ങൾ തീർത്ത്, ഞാൻ ജനിച്ച തൃക്കൂർ, നമ്മളുടെ തൃശ്ശൂരിൻ്റെ അപ്പുറത്തുള്ളതാണ് തൃക്കൂർ, പുത്തൂർ മൃഗശാലയുടെ അടുത്താണത്. അത് കാണേണ്ടുന്നൊരു ക്ഷേത്രമാണ്. 2 ഭാഗത്തും പടിക്കെട്ടുകൾ കയറിയിട്ട് വേണം മേലോട്ട് പോകാൻ. അത് ഗുഹാക്ഷേത്രമാണ്. വലിയൊരു പാറക്കൂട്ടത്തിനകത്ത് ഗുഹ പോലെ തുരന്നിട്ട് അവിടെ ഉണ്ടാക്കിയതാണ്. ശ്വാസം മുട്ടുള്ള ആളുകളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ, ആസ്തമയുടെ അസുഖമുള്ളവർ അവിടെ പോയി കയറെടുത്ത് വയ്ക്കുക എന്ന് പറയും. കയറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നിവേദ്യമാണ് കയറ്. നമ്മൾ മറ്റേ പാട്ട വെച്ച് കോരുന്ന കയറില്ലേ, ആ കയർ അവിടെ എടുത്തു വയ്ക്കലാണ് അവിടുത്തെ വലിയൊരു ആചാരമാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ബുദ്ധവിഹാരങ്ങളായിരുന്നു. അതെല്ലാം ഇതിൽ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ആചാരം എന്ന പേരിലുള്ള ദുരാചാരം ബുദ്ധമത വൈദിക മത സംഘടനകൾക്ക് വലിയ ബന്ധമുണ്ട് അതുമായിട്ട്. അവിടെ എല്ലാവരും വരുന്ന കരി തുള്ളിയിട്ടാണ്. എല്ലാവരും അവിടെ തെറിപ്പാട്ട് പാടുന്നു, കാവ് തീണ്ടലെന്ന ചടങ്ങ് നടത്തുന്നു. ചോദിച്ചോട്ടെ ആരിഫ് ഹുസൈനെ, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെതിരെയാണ് അവർ കലി തുള്ളി വരുന്നത്, കയ്യിൽ വാളുമായിട്ട് വരുന്നത്?
ആരെയാണ് തെറിപ്പാട്ട് പാടി ഓടിക്കാൻ ശ്രമിക്കുന്നത്? ആരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കാവ് തീണ്ടൽ നടത്തുന്നത്? ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വൈദിക മതത്തിൻ്റെ ബുദ്ധമതത്തിനു നേരെയുള്ള ധാർഷ്ട്യത്തിലേക്കാണ്, ആക്രമണ സംഭവത്തിലേക്കാണ്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്ന് മനുഷ്യരെ തട്ടുകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനുസ്മൃതിയിൽ പറയുന്ന ശിക്ഷാവിധികളിൽ, വധശിക്ഷ അടക്കമുള്ള ശിക്ഷാരീതികളിൽ കാണുന്ന ഈ മനുഷ്യ വിഭജനം ഇതിനൊക്കെ വലിയ തെളിവുകളാണ്. ആരിഫ് ഹുസൈനെ, ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറേ മനസ്സിലായില്ലേ? ഒന്ന് അതും സമയമുണ്ടെങ്കിൽ പഠിക്കട്ടോ, ഞാൻ പഠിക്കാനൊന്നും പറയുന്നില്ല. സമയമുണ്ടെങ്കിൽ അതും പഠിക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്, ഖുറാനെക്കുറിച്ച് പറഞ്ഞാൽ അവർ തലയിൽ കല്ല് കൊണ്ടിടുക, അല്ലെങ്കിൽ അവർ തല വെട്ടി പൊളിക്കുന്നതല്ലേ പറയുന്നത്. ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടെയും കേട്ടോ. ഇപ്പം നടപ്പുള്ള കാര്യമല്ല. ഞാനൊരു നായർ സമുദായത്തിൽ പെട്ടവനാണ്, ശൂദ്രനാണ്. പരിചര്യയാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്. എന്താണ് പരിചര്യ? മറ്റേ മേൽസായിലുള്ള ആൾക്കാരെ കാല് കഴുകി കൊടുക്കൽ, ആസനം കഴുകി കൊടുക്കൽ, ഇതൊക്കെ. അവർക്ക് അവിടെ കയറിപ്പോണെങ്കിൽ കുനിഞ്ഞു നിൽക്കൽ. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അതിന് തയ്യാറായില്ല. പുതിയ സമൂഹം തയ്യാറായില്ല. ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു ഇവിടെ, അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ വന്നിവിടെ ആയതുകൊണ്ടൊക്കെ ഇപ്പോഴും നിവർന്ന് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരും കൊന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഹിന്ദു സമൂഹമൊന്നും അവരുടെ കയ്യിലുണ്ട്. ഇസ്ലാമിൻ്റെ കയ്യിൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒരു വെടിക്കുള്ള ഉണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ കയ്യിൽ 10 വെടിക്കുള്ള ഉണ്ടയുണ്ട് കേട്ടോ. അവരത് പ്രയോഗിച്ചിട്ടുണ്ട്. ആയതുകൊണ്ടാണ് പറയുന്ന സമയത്ത് നാളെ വെളുപ്പാങ്കാലം വരെ എന്ന് പറയാനുള്ള കാര്യമുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ചരിത്രം അന്വേഷിച്ച് നോക്ക്. അവിടെ ഒരു കൂട്ടം ആൾക്കാർ ഹിന്ദുക്കളാണത്രേ. ഹിന്ദുക്കളാണെന്ന വെപ്പ്. എങ്കിലും മൂക്കുത്തിടാൻ പാടില്ല, സ്വർണ്ണമാല ഇടാൻ പാടില്ല, മുല പുറത്തിട്ട് നടക്കണം, അല്ലെങ്കിൽ മുല ചെത്തിക്കളയും, മുലക്കരം പിരിച്ചിരുന്നു. പുരുഷന് പിന്നെ മറ്റേ മറ്റേ അതും പിരിച്ചിരുന്നു. അതുപോലെ തന്നെ അച്ചിപ്പുടവ തുടയുടെ താഴെ ഇടാം, മുട്ടിനും മേലെ വെച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ തന്നെ. അതുപോലെ സംബന്ധങ്ങൾ, അന്നുണ്ടായിരുന്ന സ്ത്രീജനങ്ങൾ, അവിടെയുള്ള സവർണ സമൂഹത്തിലെ സ്ത്രീജനങ്ങളെ ഇവന്മാർക്ക് മേൽക്കടയിലുള്ള ആൾക്കാർക്ക് ആദ്യം ഉപയോഗിക്കുന്ന അവരത്രയും. ഇതൊക്കെ ശിക്ഷാരീതികൾ തന്നെയാണ് കേട്ടോ. വൈകൃതാത്മക ശിക്ഷാരീതി. അത് പറ്റില്ല, എൻ്റെ പെണ്ണിനെ നിനക്ക് വിട്ടു തരില്ല കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തല കാണില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അത് ഇവിടെ ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒന്ന് മനുഷ്യ തട്ടുകളായി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മനുസ്മൃതിയിൽ പറയുന്ന ശിക്ഷാവിധികളിൽ വധശിക്ഷ അടക്കമുള്ള ശിക്ഷാരീതികളിൽ ഈ മനുഷ്യ വിഭജനം നമുക്ക് തെളിവുകളായിട്ടുണ്ട്. ഒരു കുറ്റം ഒരു കുറ്റം ആ സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്താൽ അത് കുറ്റമല്ല എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആൾക്കാർ അതേ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുറ്റമായിട്ട് വിലയിരുത്തിയിട്ട് അവരെ വധിക്കുന്ന ശിക്ഷയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതാണ് ഉന്നതജാതിക്കാർ, മധ്യമജാതിക്കാർ, അധമജാതിക്കാർ, അങ്ങനെയുള്ള ആളുകളെ അവർ തരംതിരിച്ചിരിക്കുകയാണ്. മനുഷ്യനെ തന്നെ വലിയവരായിട്ട്, ചെറിയവരായിട്ട്, പരിചാരകരായിട്ട്, തൊട്ടുകൂടാത്തവരായിട്ട്, തീണ്ടിക്കൂടാത്തവരായിട്ട്, ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്തവരായിട്ട് മാറ്റി നിർത്തുന്ന ഈ വൈദിക മതത്തിൽ എന്നും എപ്പോഴും അവർക്ക് നേരെ ഇങ്ങനെയുള്ള ആളുകൾ അവർ പറയുന്ന കുറ്റങ്ങൾ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ, അതിനെ ഉല്ലംഘിച്ചു കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ കുഴിച്ചു മൂടും. ആരിഫ് ഹുസൈനെ ഇതൊന്നും അറിയില്ല അല്ലേ? ഇപ്പം അത് സാധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നവോത്ഥാന സർക്കാരുകളും അതെല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. ആയതുകൊണ്ട് ആരിഫ് ഹുസൈനെ, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചോ? നിങ്ങൾ മുസ്ലിമാണല്ലോ. എക്സ് എന്നൊരു പേരിട്ടാൽ നിങ്ങൾ മുസ്ലിമൊക്കെ തന്നെയാണ്. നാളെ നിങ്ങളുടെ ശവം അവിടെയാണ് മറമാടാൻ കൊണ്ടുപോകുന്നത്. അവസാനം നിങ്ങളുടെ ശവം അവിടേക്കാണ് കൊണ്ടുപോകുക. അപ്പം നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിം തന്നെയാണ്, നിങ്ങളൊരു മുസ്ലിമാണ് അല്ലെന്ന് പറയാൻ കഴിയില്ല. മിടുക്കനാണ്, നിങ്ങൾ മിടുക്കനാണ്, പക്ഷേ മുസ്ലിം അല്ലെന്ന് പറയാൻ പാടില്ല. എക്സ് ഒന്ന് പേര് ചേർത്തുകൊണ്ട് മുസ്ലിം അല്ലാതായിട്ട് മാറുന്നില്ല. അപ്പം നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിച്ചോ? ഇസ്ലാമിനെ വിമർശിച്ചോ? മുസ്ലിങ്ങളെ അതൊക്കെ നിങ്ങൾ ചെയ്തോ? ഒരു കാര്യം കൂട്ടത്തിൽ പറയട്ടെ, വിശ്വാസങ്ങളെ വെറുതെ ഖണ്ഡിക്കരുത് ആരിഫ് ഹുസൈനെ. നിങ്ങളിവിടെയുള്ള മുസ്ലിം ലീഗുകാരോ സമസ്തക്കാരോ മുജാഹിദുകാരോ ജമായത്ത് ഇസ്ലാമിക്കാരോ അവർക്ക് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ പച്ചത്തെറി വിളിച്ചോ? പറ്റിച്ച് അവരെ വഴിയിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയും. അങ്ങനെ ചിലപ്പോൾ തിരിച്ച് കല്ലെറിയും, അത് വേറെ കാര്യം. അതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷേ അവിടെയുള്ള അമ്മപ്പങ്ങന്മാരുടെ മനസ്സിൽ രൂഢമൂലമായിട്ട് കിടക്കുന്ന ചില സങ്കല്പങ്ങളെ ഒറ്റയടിക്ക് കാലങ്ങളെക്കൊണ്ട് ചിലപ്പോൾ മാറി വരും. അവർക്കൊരു അള്ളാഹു സങ്കല്പമുണ്ട്. അതിനെ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് റബ്ബർ വെച്ച് മാറ്റണ പോലെ മാറ്റാനൊന്നും പോവില്ല.
അതിനെ ഒറ്റയടിക്ക് നിങ്ങളതിനെ ഉല്ലംഘിക്കാൻ ശ്രമിച്ചാൽ, അവരെ കൊണ്ട് ഉല്ലംഘിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവർക്ക് ശത്രുവായിട്ട് മാറും. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും വരെ നിങ്ങൾക്ക് ശത്രുക്കളാണല്ലോ, നിങ്ങളുടെ സമൂഹം നിങ്ങൾക്ക് ശത്രുക്കളാണല്ലോ. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സങ്കല്പങ്ങൾ, ഖുറാനെ, അതുപോലെ തന്നെ നമ്മളുടെ ഈ മറ്റേ അള്ളാഹു എന്ന പരമ ദൈവ സങ്കല്പത്തിൽ നിന്ന് നിങ്ങൾ വെല്ലുവിളിക്കരുത്. ആ മതത്തെ പേപ്പട്ടി മതം ഒന്നും വിളിക്കരുത്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. നോക്കുക, അത് ഞാനൊന്ന് പറഞ്ഞത് മാത്രമല്ല കേട്ടോ, ബാക്കിക്ക് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അന്നത്തെ പോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഹൈന്ദവ സങ്കല്പങ്ങളിൽ, ഹിന്ദുക്കളിൽ. ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നും ഹിന്ദു ക്ഷേത്രങ്ങളിൽ അന്നും ഇന്നും എന്നും എപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളിൽ പൂജിക്കാൻ താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഇന്നും അനുവാദമില്ല. അനുവാദം കൊടുത്തിട്ടില്ല. ഗവൺമെൻറ് പോലും അതിനകത്ത് അവർക്ക് സംവരണം ഏർപ്പെടുത്തിയ പോലെ കാണുന്നത്. ഈ അടുത്ത കാലത്ത് ചെട്ടിക്കുളങ്ങരയിൽ ഒരു പാവം പയ്യനെ, അവൻ ഇന്നുവരെ അവിടെ ജോലി കിട്ടിയില്ല, അവനെ ഇന്നുവരെ അതിൻ്റെ അകത്ത് കയറ്റിയില്ല. അവനെ കൊല്ലാൻ തന്നെ ഇവിടെ ആൾക്കാർ വന്നതാണ് വെട്ടുകത്തിയുമായിട്ട്. ഇത് സംഭവിച്ചത് 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ആരിഫ് ഹുസൈൻ വെള്ളപൂശാൻ ശ്രമിച്ച മതത്തിൻ്റെ കാര്യമായി പറയുന്നത്. ഇതുപോലെ തന്നെ കൂടൽ മാണിക്യത്തിൽ ഈഴവനായിട്ടുള്ള ഒരാളെ ഇവിടെ കഴകത്തിൽ നിശ്ചയിച്ച സമയത്ത് അയാൾ ഓടിച്ച ചരിത്രം അറിഞ്ഞിട്ടുണ്ടോ ആരിഫ് ഹുസൈൻ? അവിടെ ഇത്ര മാത്രമേ പറയുള്ളൂ. കൂടെ പറയാണ്, ഹിന്ദു മതത്തിനെ വെള്ളമടിക്കാൻ നടക്കരുത് കേട്ടോ, എത്ര വെള്ളമടിച്ചാലും കാര്യമില്ല. ആ ചാക്കിൻ്റെ അടുത്ത് പൂമുടലെന്ന് പറയും, കുട്ടി അപ്പിയിട്ടു. ആരും കാണാതിരിക്കാൻ വേണ്ടി അമ്പലത്തിൽ കൊണ്ടുപോകണ പൂവ് കുട്ടി അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ട് അപ്പിയിട്ടുള്ളത് അത്തി വെളുപ്പാൻ കാലത്ത്. അപ്പോൾ ഇത് ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ മുമ്പിൽ കുറേ പൂവ് കൊണ്ടിട്ടു. പിന്നെ വരുന്നവർ മുഴുവൻ പൂവ് കൊണ്ടിടാൻ തുടങ്ങി, അവിടെ എന്തോ ആരാധനയാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വൈകുന്നേരം ഇപ്പോൾ ചീത്ത മണം വരുന്നു. നോക്കിയപ്പോൾ അതിനകത്ത് ഇതാ കിടക്കുന്നത്, കുട്ടി അർപ്പിച്ചു വെച്ചുള്ള സാധനം അവിടെ കിടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഹിന്ദു മതം എത്ര തന്നെ നിങ്ങൾ കുറേ ആൾക്കാരെ വെളുപ്പിച്ചാലും അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ആരിഫ് ഹുസൈനെ, അത് മനസ്സിലാക്കുക. ജനായത്ത ഭരണം വന്നു, അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണരീതി വന്നു. ബ്രിട്ടീഷ് കൺവെൻഷൻസ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ കൺവെൻഷൻസ് ഏറ്റെടുത്ത് ഇന്ത്യൻ ഭരണഘടനയും തദനുബന്ധിയായിട്ടുള്ള IPC എല്ലാം ഉണ്ടായി. ഇപ്പം അതിന് ന്യായസംഹിത, ഭാരതീയ ന്യായ സംഹിത അങ്ങനെ ഒന്നുണ്ടായി. ഭർത്താവ് മരിച്ച സ്ത്രീ സതി അനുഷ്ഠിക്കണമെന്നുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആചാരങ്ങൾ അത് സ്ത്രീകളെ മേലെ കെട്ടിവെച്ച സമൂഹമാണ് ഹൈന്ദവരുടേത്. ഇന്നും അതുണ്ട്. 1978 സംഭവിച്ചിട്ടുണ്ട്. രൂപ കൻവറിനെ കൊന്നിട്ടുണ്ട്. ഇന്നും രജസ്വലിയായിട്ടുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടാത്തവളാ എന്നൊരു നികൃഷ്ട ജീവികളെ പോലെ മാറ്റിക്കളയുന്നൊരു സംവിധാനം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയമ്മമാരും എൻ്റെ അമ്മായിമാരെയും ചെയ്തിട്ടുള്ളതാണ്. അവരൊരു വാലായ്മ പോലെയൊക്കെ മാറ്റും, തൊഴുത്തിനേക്കാൾ വൃത്തികെട്ട സ്ഥലം. ഇത് കഴിഞ്ഞ് അവിടെ പട്ടിക്ക് ആഹാരം വെച്ച് കൊടുക്കണം, തള്ളി കൊടുക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ ആരിഫ് ഹുസൈൻ അറിയോ? ഇതൊക്കെ വലിയ ശിക്ഷകളാണ്, സ്ത്രീയായിട്ട് ജനിച്ചാൽ ശിക്ഷകൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരുപാട് പറയാനുണ്ട് ആരിഫ് ഹുസൈനെ. നിങ്ങളായിട്ട് പഠിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എന്ത് വേണി പറഞ്ഞോ, അത് നിങ്ങളുടെ അവകാശകാരൻ, നിങ്ങൾ മുസ്ലിമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു മതത്തിനെ നിങ്ങൾ ഏഷ്യൻ പെയിൻസിൻ്റെ മൊത്തം പെയിൻറ്റ് വെള്ള പെയിൻറ്റ് ഒന്ന് അടിച്ചാലും കാര്യമല്ല കേട്ടോ. ഈ വക സത്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ഫൂലാൻ ദേവി, ഈ ആർഷധർമ്മത്തിൻ്റെ വൈദ്യധർമ്മത്തിൻ്റെ സൃഷ്ടികളാണ് അവരെപ്പോഴുള്ള ആളുകൾ. അംബേദ്കർ, അവരൊക്കെ. ആരിഫ് ഹുസൈൻ ഒന്ന് മനസ്സിലാക്കണം, 1 നൂറ്റാണ്ട് മുൻപ് വരെ സവർണ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ ആദ്യം അനുഭവിക്കാനുള്ള അവകാശം ഇതേ ഹിന്ദു സമൂഹത്തിലെ മേൽജാതിക്കാർക്കുള്ളതായിരുന്നു. അത് കേട്ടിട്ടാവുന്നു, മനസ്സിലാവുന്നു. അത് മനസ്സിലായിട്ട് കാണിപ്പയ്യൂരിൻ്റെ നായന്മാരുടെ ചരിത്രം ഒന്ന് വായിച്ചു വയ്ക്കിയാൽ മതി. അതിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ആ വിരൽ ചൂണ്ടുന്ന ആളെ ചെളി മണ്ണിൽ ചവിട്ടി താഴ്ത്തി തങ്ങൾ നടത്തുന്ന കൃഷി സ്ഥലത്തിന് വളമാക്കുന്ന ചരിത്രം 500 വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ല, എൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച സംഭവമാണത്. കാവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് തൃക്കൂരിനടുത്ത് കാവല്ലൂരിൽ നടന്ന സംഭവമാണത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട സംഭവമാണ്. അങ്ങനെ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആരും ചോദിക്കാനും പറയുന്നില്ല. അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും. കൃഷിഭൂമിയിൽ അന്ന് കാളപൂട്ടായിരുന്നു, അവിടെ ചെളി ഉണ്ടായിരിക്കും, അവിടെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും. അപ്പോൾ പിന്നെ അതിലൊരു വളമായിട്ട് പോകും. അവിടെ ആ ഭാഗത്ത് വിതയ്ക്കുന്ന നെൽകൃഷി 100 മേനി വളമായിരിക്കും. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഏതായാലും ആ പഴയ കാലഘട്ടത്തിൽ വേദം പറയുവാനുള്ള അവകാശം കീഴ്ജാതിക്കാരനുണ്ടായിരുന്നില്ല. എന്തിനേറെ വേദം കേൾക്കാനുള്ള അവകാശം പോലും കീഴ്ജാതിക്കാരനുണ്ടായിരുന്നില്ല. അറിയാലോ, ഇത് ഈയം ഉരുക്കി ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ. സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ
അവിടെ ഒരു ശിലാപ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്ന ചരിത്രവും ആരിഫ് ഹുസൈൻ അറിയൂ. ഇത് നമ്മുടെ ശിവനാണ്, ഈഴവ ശിവനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്ത്രപൂരം അവരിത് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പറയാനുണ്ട്. ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യത്തിൽ ശരിയല്ലായ്മ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ അങ്ങനെയുള്ള മാടമ്പിത്തരം കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാവരും മേൽജാതിക്കാരെല്ലാവരും ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീണ്ടാരിയായ പെൺകുട്ടി എടി വാലായ്മപ്പുരയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആ പറയുന്ന അമ്മയാണ് നോക്കിയില്ല, ചിലപ്പോൾ ചവിടുത്തടി കിട്ടിയെന്ന് വരും, ഓടി തള്ളയെന്ന് പറഞ്ഞിട്ട്. ആയതുകൊണ്ട് തന്നെ ശ്രീ ആരിഫ് ഹുസൈൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്ലാം മതത്തിനകത്തുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവർ കൈവെട്ടും കാൽവെട്ടും വേണ്ടി വന്നാൽ തലവെട്ടും എന്നൊക്കെ പറഞ്ഞല്ലോ. ഹിന്ദുമതം അങ്ങനെയല്ലെന്ന് പറഞ്ഞു. പ്രിയ സഹോദര ആരിഫ് ഹുസൈനെ, ഹിന്ദുമതവും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പറ്റാതെ വന്നതാണ്. ഇപ്പോഴും പല രൂപത്തിൽ അത് നടക്കുന്നുണ്ട്, മാറിപ്പോകുന്നുള്ള പരിപാടി. ഏറ്റവും കുറഞ്ഞത് ഹിന്ദുമതവും ഇങ്ങനെയൊക്കെ ഇപ്പോഴിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഒടുവിൽ പറയാനുള്ളത്, ഇന്നും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിൻ്റെ അകത്തെ കാലെടുത്ത് വയ്ക്കാനുള്ള അവകാശം പോലും ഇവിടേക്കുള്ള നായർക്കോ അല്ലെങ്കിൽ പറയനോ പുലയനോ വേട്ടുവനോ ചെറുമനോ വിശ്വകർമ്മജനോ ആർക്കുമില്ല. അവർക്ക് വിടുപണി ചെയ്യേണ്ടവരാണ്. പരിചര്യാത്മവും കർമ്മശൂദ്രസ്യാപി സ്വഭാവജം. ബാക്കി എല്ലാവരും അവരുടെ പരിചര്യ അനുഭവിച്ച് സുഖമായിട്ട് സപ്രപഞ്ചക്കട്ടലിൽ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ അവിടെ വേർതിരിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്, താങ്കളെപ്പോലുള്ള ആളുകൾ എത്ര പുണ്യാഹം നടത്തിയാലും ഹിന്ദു മതത്തിനകത്തുള്ള ഈ ന്യൂനതകൾ ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല. താങ്കളായിട്ട് അതിനൊരു ശ്രമം നടത്തി വിഡ്ഢിയാകാതിരിക്കുക. നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടാണിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കപടൻ എന്ന് വിളിക്കേണ്ടി വരും, നിങ്ങൾ ചെയ്യുന്ന കാപട്യമാണെന്ന് പറയേണ്ടി വരും. അതല്ല, നിങ്ങൾ അറിയാണ്ടാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ, ഹിന്ദു മതത്തെ നിങ്ങൾ പൂഴ്ത്തുന്നെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കുക, പോയിട്ട് ഒരു 2-3 വർഷമെങ്കിലും ഒന്ന് പഠിക്കുക. അതിൻ്റെ എല്ലാ ഉപനിഷത്തുകളും എല്ലാ വേദങ്ങളും ബ്രഹ്മസൂത്രമൊക്കെയും പഠിക്കണമെന്ന് പറയുന്നില്ല. ഏകദേശം ഒരു അവയർനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. നമസ്കാരം.